ഒഴിവു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ടു ഡു ലിസ്റ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഞാൻ എന്റേതായ രീതിയാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാം. അതുകൊണ്ട് തന്നെ ഒഴിവു സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കിച്ചണിലെ വർക്ക് നമ്മൾ എന്തായാലും ചെയ്യണം. കുക്കിംഗ്, ക്ലീനിങ്, മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതുണ്ട്. ടു ഡു ലിസ്റ്റ് ഇല്ലെങ്കിലും കറക്റ്റായി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ രാവിലെ മോർണിംഗ് കിച്ചണിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, കുക്കിംഗ്, മറ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ തലേ ദിവസം തന്നെ രാവിലെ ഉച്ചക്കൊക്കെ എന്തുണ്ടാക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ അതിൻ്റെതായ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് എപ്പോഴും വർക്ക് ചെയ്യുക എന്നല്ല കേട്ടോ, വിശ്രമിക്കണം. അത് നമ്മളുടെ ബോഡിക്ക് ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ ഹോബീസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പൊ സമയം തീരെ കിട്ടാത്തവർക്ക് നമുക്ക് ഇതുപോലെയൊക്കെ ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടാത്തത് നമുക്ക് അതിന് ചെയ്യാവുന്ന സമയം നമുക്ക്. ഹോബീസ് എന്ന് പറയുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, ക്രോഷ് ചെയ്യുക, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഇത് ഞാൻ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിക്കൊരു ഷോപ്പ് ഉള്ളതുകൊണ്ട് ഷോപ്പിൽ പോവും. അല്ലാത്ത ദിവസം, വീട്ടിലുള്ള ദിവസം എനിക്ക് എന്തായാലും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഇന്ന ദിവസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ടെന്ന്. കാരണം നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന് ഞാൻ ട്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും, ഇപ്പൊ നമ്മൾ വീഡിയോസ് ഇടാനാണെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ നമുക്കൊരു ടൈം വേണമല്ലോ, അത് എഡിറ്റ് ചെയ്യാനൊരു ടൈം വേണം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്രോഷ് ചെയ്യാനൊരു ടൈം വേണം. എപ്പോഴും ക്രോഷ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും നമ്മൾ മൂഡ് ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചെറിയ മടിയൊക്കെ വരാം. ഇതെല്ലാം നിങ്ങളായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ചെയ്തത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്ലാനിങ് ഇല്ലാണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായി പോകുന്നവരുണ്ടാവും. പക്ഷെ ഇതെല്ലാം പറ്റാത്തവരുടെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ കാണുന്ന ഈ വർക്കിന്റെ ഇടയിലും ഞാനും ഇടക്ക് വിശ്രമിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരുപാട് ടയേർഡാവും. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. ബ്രേക്ക് എടുത്ത് ജസ്റ്റ് ഫോൺ സ്ക്രോൾ ചെയ്ത് തന്നാൽ അതിനൊരു ടൈം വേണം. ജസ്റ്റ് ഇങ്ങനെ മറന്ന് ഇങ്ങനെ പോകും. അപ്പൊ അതല്ലാണ്ട് നമ്മൾ ഇത്ര ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഇത്ര അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ആക്കാൻ പറ്റും. ഞാൻ ടൈം വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാറുള്ളത്. വീഡിയോസ് പോലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സെറ്റ് ആക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ ടൈം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.